എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ നഴ്സുമാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. UK, അയർലൻഡ് രാജ്യങ്ങളിൽ നിന്നും ന്യൂസിലാൻഡ് പേപ്പർ വർക്ക് വഴി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനോട്ട് കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്ത ഒരുപാട് നഴ്സുമാരെ നമുക്കറിയാം. ഇപ്പോഴും ആഫ്റ്റർ രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്ത് വിസ പ്രോസസ്സിനും മറ്റുമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഈ ഒരു പ്രോസസ്സ് ലാസ്റ്റ് ഇയർ ജൂലൈയുടെ കൂടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആഫ്ര ഒരു ന്യൂ സ്ട്രീംലൈൻ അസസ്മെന്റ് പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്യുണ്ടായി. അത് എഫക്റ്റീവ് ആവുന്നത് ഈ ഏപ്രിൽ തൊട്ടാണ് കേട്ടോ. ഈ പുതിയ പാത്വേ അനുസരിച്ച് 1 and 2 ഉണ്ട്. അതിൽ പാത്വേ 2 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഹോം കൺട്രിയിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക്, അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് UK, അയർലൻഡ്, സിംഗപ്പൂർ, സ്പെയിൻ, കാനഡ ഓർ US ഈ ഏതെങ്കിലും കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. പക്ഷേ കുറച്ച് റിക്വയർമെന്റ്സ് നമ്മൾ മീറ്റ് ചെയ്യണം. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹോം കൺട്രിയിൽ നിങ്ങളുടെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് 2017 ജാനുവരി 1 ശേഷമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെടുന്ന ഈ 6 കൺട്രീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാലിഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അവിടെ. ഇനി മൂന്നാമത്തെ കാര്യം, അതായത് നിങ്ങളിപ്പോൾ ഓരോ കൺട്രി, ഇപ്പം UK, അയർലൻഡ് ആണെങ്കിൽ അവിടുത്തെ ലൈസൻഷ്യൽ എക്സാമിനേഷൻ ഉണ്ട്, അതായത് CBT, OSCE പോലത്തെ എക്സാം. ഇനിയും US, കാനഡ ആണെങ്കിൽ അവിടെ NCLEX-RN എക്സാം തന്നെയാണ്. ഇനിയും സിംഗപ്പൂർ ആണെങ്കിൽ SLE-RN എക്സാം. അപ്പം ആ കൺട്രിയുടെ ലൈസൻഷ്യൽ എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടാവണം നിങ്ങൾ. ഇനി അടുത്ത നാലാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. ഈ പറയപ്പെടുന്ന കൺട്രീസിൽ നിങ്ങൾക്ക് 1800 മണിക്കൂർ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതും 2017 ജനുവരി 1 ശേഷം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് 3-4 months ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ വാലിഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ട്, മിനിമം 1800 മണിക്കൂർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. ഇനി ലാസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. അതായത് ആഫ്ര നിർദ്ദേശിക്കുന്ന ഒരു സ്കോർ ഉണ്ട്, റിക്വയർഡ് സ്കോർ നിങ്ങൾ മീറ്റ് ചെയ്യണം. അത് വാലിഡ് സ്കോർ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ, അതായത് ഈ പറയപ്പെടുന്ന റിക്വയർഡ് സ്കോർ നിങ്ങൾക്ക് ഉണ്ട്, പക്ഷെ അത് എക്സ്പയർഡ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ആ സ്കോർ യൂസ് ചെയ്യാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്ത് വിത്തിൻ 1 ഇയറിനുള്ളിൽ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പയർ സ്കോർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും റിക്വയർമെന്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഡയറക്റ്റ് എടുത്ത് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണം, മൈഗ്രേറ്റ് ചെയ്യണം എന്നൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.